ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു വെണ്ടയ്ക്ക കറി നോക്കിയാലോ. അതിനായിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, വെണ്ടയ്ക്ക, തക്കാളി എന്നിവ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ വെണ്ടയ്ക്ക നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. ഒരു 3-4 മിനിറ്റ് ആവട്ടെ നന്നായി വെന്ത് കിട്ടാൻ. ഈ പരുവാകുമ്പോൾ നമുക്ക് മാറ്റാവേ. എന്നിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി വഴട്ടി കൊടുക്കുന്നുണ്ട്. ആ വഴട്ടി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു പച്ചമുളക് ഇടുന്നുണ്ട്. അത് നന്നായി വഴണ്ടിയ ശേഷം നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും, മല്ലിപ്പൊടി, പിന്നെ ലേശം ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ച് ഒന്നും കൂടെ വഴട്ടി കൊടുക്കണ്ടേ. അത് നന്നായി വഴണ്ടിയ ശേഷം നമുക്ക് ഒരു തക്കാളി മുറിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാവേ. തക്കാളിയും ചെറിയുള്ളി ഈ പരുവായ ശേഷം നമുക്കതിലേക്ക് ഒരു ചെറുനാരങ്ങ സൈസ് വലിപ്പമുള്ള പുളികൂടെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പുളി നല്ലോണം തിളച്ച ശേഷം നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം കേട്ടോ. ഇത് പച്ചത്തേങ്ങ അരച്ചതാണ് കേട്ടോ, വെറും തേങ്ങ മാത്രം അരച്ചതാണ്. അത് ചേർത്ത് കൊടുത്ത് പാകത്തിന് വെള്ളവും വെച്ച ശേഷം നമ്മൾ കുറച്ചും കൂടി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. 2 ദിവസമൊക്കെ തേങ്ങ അരച്ചതായാലും കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ